തമിഴിൽ നിന്ന് ഒരു വെറൈറ്റി ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഒരു യുണീക് കൺസെപ്റ്റ് ബേസ്ഡ് ക്രൈം ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടം വന്നിട്ടുണ്ട്. സോ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം കോൺട്രവേഴ്സിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിലെ നായിക ഗൗരി ജി കിഷൻ ഒരു പ്രസ് മീറ്റിലോ പ്രൊമോഷൻ സമയത്തോ നായകന്റെ അടുത്ത് ഒരു അലവലാതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നായിക എടുത്തു പൊക്കുമ്പോ വെയിറ്റ് ഉണ്ടായിരുന്നു. സിനിമയെ പറ്റിയിട്ട് എന്തൊക്കെ ചോദിക്കാൻ കിടക്കണം, അണ്ണാ എന്തൊക്കെ അറിയണം നിങ്ങൾക്ക്? വീട്ടിലിട്ട അച്ചാറിൽ ഉപ്പ് ഉണ്ടാ, എണ്ണ ഒഴിച്ച ഏ മലയാളത്തിലും ഇതേപോലെ കുറെ അലവലാദികൾ ഉണ്ട്. എവിടെ ടാറ്റു അടിച്ചിട്ടുണ്ട്, എത്ര ടാറ്റു അടിച്ചിട്ടുണ്ട്, ടാറ്റു കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് പെട്ട കിട്ടാത്തതിന്റെ സൂക്കടാണ് അക്കത്തിന്. സിനിമയുടെ പേര് അതേഴ്സ്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. എന്തുകൊണ്ട് അതേഴ്സ് എന്നുള്ള ടൈറ്റിൽ? അത് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു പേഴ്സണലി എനിക്ക്. അത് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ടുവേർഡ്സ് എൻഡ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ ആരും വിചാരിക്കില്ല അതുകൊണ്ടാണ് ഇതിന് അതേഴ്സ് എന്ന് പേരിട്ടതെന്ന്. ഒരു ലോഡ് മലയാളികളുണ്ട്. നമ്മുടെ നായകനെ പറ്റി ഞാൻ പറയാം. ആദ്യം ഗൗരി ജി കിഷൻ. ആള് ഭയങ്കര ഡ്രമാറ്റിക് ആയിരുന്നു ഇതില്. ഈ മറ്റേ ചില അഡ്വർടൈസ്മെന്റ് ഒക്കെ ഉണ്ടാവില്ലേ തമിഴ്നാട്ടിൽ വന്നിട്ട്, തിങ്കളാഴ്ച വരുവിൻ വാങ്ങുവിൻ, അങ്ങനെയൊക്കെ ആയിരുന്നു ചില ഇമോഷണൽ ഡയലോഗ്സ് ഒക്കെ തോന്നിയത്. ഓവർ ഡ്രമാറ്റിക് ആയിരുന്നു. അടുത്തത് മാലാ പാർവതി. ദുഃഖിതയായ വനിതയുടെ ഗ്ലോബൽ റെപ്രസെന്റേഷൻ ആണ് മാലാ പാർവതി. ആരെങ്കിലും ആ ചേച്ചിക്ക് ഒരു ചില്ലായിട്ടുള്ള കൂൾ ആയിട്ടുള്ള ഒരു റോള് കൊടുക്കോ? ഇത് എന്റെ ഒരു അഭ്യർത്ഥനയാണ്, അപേക്ഷയാണ്. കാരണം എല്ലാത്തിലും കണ്ണീരും കിനാവുമാണ്. ചേച്ചി കരയിനെ കണ്ടിട്ടാണ് 2018 ഫ്ലഡ് ഉണ്ടായത്. പക്ഷെ ഈ സിനിമ ദിസ് ഇസ് ആൻ ആവറേജ് ഫിലിം. ഒട്ടും ബോറിംഗ് ആണെന്ന് ഞാൻ പറയില്ല, ആവറേജ് പടമാണ്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ഹരീഷ് പേരടി. ഏതൊരു ഹോസ്പിറ്റലിന്റെ MG ആണ് അണ്ണൻ. വലിയ റോളൊന്നുമില്ല, ചുമ്മാ അങ്ങനെ നോക്കൂത്തിയെ പോലെ ഇരിക്കുന്നുണ്ട്.